ഹായ്, ഇത് മസിനഗുഡിയിലെ പ്രഭാതം. പ്രഭാതം എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ 4:30 മണി. അതിരാവിലെയുള്ള ജീപ്പ് ട്രക്കിങ്ങിനുള്ള പുറപ്പാടാണ്. ഈ കിടക്കുന്ന ജീപ്പുകളെല്ലാം ട്രക്കിംഗ് പോകുവാൻ കിടക്കുന്നതാണ്. വന്യജീവി പ്രേമികൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തൊരു സ്ഥലമാണ് മസിനഗുഡി. മൈസൂരിനെയും ഊട്ടിയെയും ബന്ധിപ്പിക്കുന്ന റോഡിൽ സ്ഥിതി ചെയ്യുന്ന മുതുമല ദേശീയ ഉദ്യാനത്തിന്റെ ഭാഗമായ ഈ സ്ഥലം നീലഗിരി പർവ്വതനിരകളിലെ ആകർഷകമായൊരു ഹിൽ സ്റ്റേഷനാണ്. ഈ വനങ്ങളിലെ വൈവിധ്യമാർന്ന ജന്തുജാലങ്ങൾ പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ആവേശകരമായ ഒരു സ്ഥലമാണ്. പുള്ളിപ്പുലികൾ, ബംഗാൾ കടുവകൾ, കഴുതപ്പുലികൾ, കുറുനരികൾ, സ്ലോത്ത് കരടികൾ, ആനകൾ, ലങ്കൂർ, സാമ്പാർ മാൻ, ഗൗർ, കാട്ടുപന്നി, പെരുമ്പാമ്പ്, പറക്കുന്ന പല്ലികൾ തുടങ്ങി നിരവധി മൃഗങ്ങളെ നിങ്ങൾ ഈ ഭൂപ്രദേശത്തുകൂടെ ജീപ്പ് സഫാരിയിലായിരിക്കുമ്പോൾ കാണാം. ഈ വീഡിയോ കുറച്ച് പഴയതാണ്. 1994, അതായത് 31 വർഷം പഴക്കമുള്ളതാണ്. കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. മസിനഗുഡിയിലെ പ്രത്യേകത എന്തെന്നാൽ വനത്തിൻ്റെ ഒരരികു ചേർന്നാണ് ഈ വഴിയുള്ളത്. വഴിയുടെ മറുവശം ഭവാനി നദിയുടെ കൈവഴിയായ മോയാർ നദി ഒഴുകുന്നു. ഉൾവനങ്ങളിലെ വന്യജീവികൾ ദാഹമകറ്റാൻ ആശ്രയിക്കുന്നത് ഈ നദിയെയാണ്. അതിനാൽ മിക്ക വന്യജീവികളെയും ഇവിടുത്തെ ജീപ്പ് ട്രക്കിങ്ങിൽ കാണാൻ പറ്റും എന്നത് തന്നെയാണ് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് മസിനഗുഡിയെ വേറിട്ട് നിർത്തുന്നത്. അടിപൊളി! വരവ് വെറുതെയായില്ല. കണ്ടില്ലേ കാട് ഭരിക്കുന്നവരുടെ ജാഥ. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ മുതുമല നാഷണൽ പാർക്കിന് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് മസിനഗുഡി. ഊട്ടിക്കും തെപ്പക്കാടിനുമിടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഊട്ടിയിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരെയായും മുതുമല ദേശീയ ഉദ്യാനത്തിൻ്റെ പുറത്ത് മുതുമല കടുവ സങ്കേതത്തിൻ്റെ ബഫർ സോണിലാണ് ഈ ഗ്രാമമുള്ളത്. ഈ വീഡിയോയിൽ മസിനഗുഡിയിലെ കുറച്ചു കാഴ്ചകളേ ഉള്ളൂ. മസിനഗുഡിയെ കാണാത്തവർക്ക് അല്ലെങ്കിൽ അറിയാത്തവർക്ക് അത്യാവശ്യ കാഴ്ചകൾ മാത്രം. വിശദമായ മസിനഗുഡി കാഴ്ചകൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം.
പ്രക്ഷുബ്ധമല്ലാത്ത ഈ വനത്തിലൂടെയുള്ള ഒരു ജീപ്പ് സഫാരിയും ഇവിടെയുള്ള മോയാർ നദിയിലൂടെയുള്ള ബോട്ടിങ്ങും മതിയാകും ഒരു പ്രകൃതി സ്നേഹിയുടെ ഹൃദയം നിറയ്ക്കാൻ. പൈക്കര വെള്ളച്ചാട്ടം, മറവക്കണ്ടി അണക്കെട്ട്, തൈപ്പക്കാട് ആനത്താവളം എന്നിവയാണ് സമീപത്തുള്ള മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. 1951 നിർമ്മിച്ച മറവകണ്ടി അണക്കെട്ട് മോയാർ ജലവൈദ്യുത നിലയത്തിൻ്റെ പ്രാഥമിക ജലസ്രോതസ്സാണ്. സമൃദ്ധമായ മരങ്ങളാലും ദൂരെയുള്ള പർവ്വതങ്ങളാലും ചുറ്റപ്പെട്ട ഇത് ശാന്തമായ സ്ഥലമാണ്. ഈ പ്രദേശത്തെ മൃഗങ്ങൾ ദാഹം ശമിപ്പിക്കാൻ അതിരാവിലെ സമയങ്ങളിൽ ഉണ്ടാകാറുണ്ട്. മസിനഗുഡിയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെയുള്ള ബൊക്കാപുരം എന്ന മനോഹരമായ ഗ്രാമത്തിലുള്ള ഒരു കുന്നിന് മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. മനോഹരം അല്ലേ? ബന്ദിപ്പൂർ, മുതുമല എന്നിവിടെയുള്ള വിശാലമായ കാഴ്ചയാണിത്. തീപ്പെട്ടിക്കുടകൾ പോലെ നിറഞ്ഞു കിടക്കുന്ന വീടുകളും കൃഷിയിടങ്ങളും അതിന് അതിരകാക്കുന്ന മലനിരകളും ഉള്ള കാടിനുള്ളിലെ മനോഹരമായൊരു ഗ്രാമം തന്നെ ഇത്. മസിനഗുഡി, മോയാർ, ആനക്കട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലെ നാട്ടുകാരും ആദിവാസികളും സംരക്ഷിക്കുന്ന മസിനഗുഡിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ ബൊക്കാപുരത്തെ മരിയമ്മൻ ക്ഷേത്രമാണ് ഈ കാണുന്നത്. സമൃദ്ധമായ വനങ്ങളാലും കുന്നുകളാലും ചുറ്റപ്പെട്ട ഈ ചെറിയ ക്ഷേത്രം സന്ദർശിക്കാനും ആരാധന നടത്താനും പറ്റിയ ശാന്തമായ സ്ഥലമാണ്. ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഫെബ്രുവരി-മാർച്ച് മാസത്തിലാണ്. അയൽ സംസ്ഥാനങ്ങളായ കർണാടക, കേരളം എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകൾക്കൊപ്പം സംസ്ഥാനത്ത് നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു. ഈ അവസരത്തിൽ ഊട്ടിയിൽ നിന്നും ഗൂഡല്ലൂരുവിൽ നിന്നും മാരിയമ്മൻ ക്ഷേത്രത്തിലേക്ക് പ്രത്യേക ഉത്സവ ബസ്സുകൾ ഓടുന്നു. ഇനിയും വരാം കാണാ കാഴ്ചകളുമായി.